ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ആരായിരുന്നു? അമ്മ ശരിക്കും കണ്ടോ? മോളെ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മാത്രമല്ല മുഖമൊക്കെ മറച്ചിരിക്കില്ലേടി. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. അച്ഛനെ അവിടെ ആയിട്ടാ. ചേട്ടാ, ഒരു മീൻ ചട്ടി വേണം. ഉണ്ട്. ഇത്തിരി കാശാവും. ഇച്ചിരി കാശല്ലേ, കുഴപ്പമില്ല. ഒരു 250 മുതൽ നോക്കാലോ. ചേട്ടനൊരു 500 വരെ നോക്കിക്കോന്നേ. പക്ഷെ 250 കൂടുതൽ ഞങ്ങൾ തരില്ല. എടാ ശാലിനിയല്ലേ ഇത്? ദേ ആ ചട്ടി ഒന്ന് എടുത്തേ. ഇതോ? എല്ലാരും ഉണ്ടല്ലോ. വാ. അത് ശരി, നിങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നോടി? ആ അമ്മേ, പുതിയ വാടക വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വെച്ചു. ഓ, എന്താ രണ്ടുപേരും ഉണ്ടല്ലോ? പിന്നല്ലാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ ഇവനെ കൂടെ കൂട്ടിന് വിളിച്ചതാ. അമ്മ നോക്കിയമ്മേ, ഇത് കൊള്ളാവുന്നു. നോക്കട്ടെ. നല്ല പശപശപ്പുള്ള മണ്ണ, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുകയല്ല. കുഴപ്പമില്ല. അവനെ രോഹിത്തിനെ വെടിവെച്ചത്. മോനെ, അവിടെ വിഷ്ണു നോക്ക്, അവനെ കൊല്ലാൻ ശ്രമിച്ചത് അവനാണ്. മോളെ ഞാൻ കണ്ടതാടി. മോളെ ഞാൻ കണ്ടതാ. രോഹിത്തിനെ കൊല്ലാൻ നോക്കിയത് ഞാൻ കണ്ടതാ. നിക്ക്. രക്ഷപ്പെട്ടോടാ. മുഖം ശരിക്കൊന്നും കാണാൻ പറ്റില്ല. ആരായിരുന്നു? അമ്മ ശരിക്കും കണ്ടോ? മോളെ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല.
മാത്രമല്ല മുഖമൊക്കെ മറച്ചിരിക്കില്ലേടി. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ഈശ്വര, എടി അയാൾ ഇത് എന്തൊക്കെയാടി ഒപ്പിച്ചു വെക്കുന്നത്? ഒരു മാതിരി പേ പിടിച്ച നായ പോലെ ഓടിപ്പാഞ്ഞ് കിടക്കാന്ന്. ഇനി അയാളെ തലയ്ക്ക് വല്ല സംഭവിച്ചോ എന്തോ. ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകൾ ഓരോ രീതിയിലുള്ള അടി. പക കൂടി കൂടി ഭ്രാന്തായി മാറിയിട്ടുണ്ടാവും. ഒരു കൊലയാളി വെച്ചോട്ടെ ഇപ്പോഴത്തെ കളി മുഴുവൻ. അവനാണ് മാങ്ങക്കിട്ട് ഉന്നം വെച്ചാൽ 2 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ചക്കക്കിട്ടാ കൊള്ളുന്നത്. എവിടുന്ന് ഒപ്പിച്ചോണ്ട് വരുന്നത് ഇതിനെയൊക്കെ? ഡേവിഡ് മാർട്ടിൻ, ജനനം മുംബൈയിലെ ജുഹു ബീച്ചിൽ. ആരോ കളഞ്ഞിട്ട് പോയ കുഞ്ഞിനെ എടുത്ത് വളർത്തിയത് അറബിക്കടലാണെന്ന് തന്നെ പറയാം. കുറെ കാലം സ്റ്റണ്ട് മാസ്റ്ററായി കാലം കഴിച്ചു. ഒടുവിൽ സിനിമാക്കാർക്കിടയിലെ കൊട്ടേഷൻ ഗ്യാങ് ലീഡർ. പിന്നീട് ആളെ കൊല്ലാൻ പാകത്തിന് ഒരുക്കിയെടുത്തതും വളർത്തി പാകമാക്കിയതും മുംബൈയിലെ സിനിമാ ലോകം തന്നെയായിരുന്നു. മറ്റൊരു സ്റ്റണ്ട് മാസ്റ്ററായി ഉണ്ടായ ഈഗോ ക്ലാഷിന്റെ പേരിൽ അവിടുന്ന് മുങ്ങി. ഇപ്പോ കൊച്ചിയിൽ താമസം. എന്നിട്ടും അറബിക്കടലിനോടുള്ള ചങ്ങാത്തം വിട്ടിട്ടില്ല. പോറ്റമ്മയ്ക്കൊപ്പം ബോൾഗാട്ടി പാലസിന് സമീപത്ത് എവിടെയാണ് താമസം. ഇപ്പൊ ഉപേന്ദ്രന്റെ കൊട്ടേഷൻ സ്വീകരിച്ച് ഇവിടെ തിരുവനന്തപുരത്തും. എടി മോളെ, ഞങ്ങളെ പോലീസ് റെക്കോർഡ്സിൽ പോലും കാണത്തില്ലല്ലോടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവന്റെ ജാതകം. ഉപേന്ദ്രൻ ഒരുത്തനെ നമ്മളറിയാതെ തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോ അവൻ ആരാണെന്നും എന്താണെന്നൊക്കെ ഒന്ന് അറിയണം തോന്നി. അതിന് ചെറിയ രീതിയിൽ റഡാർ ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയതാ. സിനിമയിൽ ഉണ്ടയില്ല തോക്കിൽ വെടിവെച്ച് പഠിച്ചവൻ ഉണ്ടയുള്ള തോക്കിൽ വെടിവെക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ടടി, ഇതിന്റെ പേര് ബലിയാടാകാൻ പോകുന്നതേ നമ്മള് രണ്ടുപേരുവാ. ഈ ശ്രീരഞ്ജിനി IPS അന്വേഷണം മുഴുവൻ എന്നെ നിന്നെയും കേന്ദ്രീകരിച്ച. എടി, ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ഇപ്പോഴത്തെ സംസാരം എന്താണെന്ന് അറിയൂ? ഞാനാണ് അയാൾക്ക് വാടക കൊണ്ട് ഏർപ്പാടായി കൊടുത്തതെന്ന്. എന്താ ചെയ്യാൻ? ഒന്നോർത്താ, ഏതെങ്കിലും ഒരു രക്തക്കറയിൽ ഉപേന്ദ്രൻ അടങ്ങുമെങ്കിൽ അടങ്ങട്ടെ എന്നാ എന്റെ ഒരു ആലോചന. അതോടെ അയാൾ ഒതുങ്ങി അകത്താവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ തലവേദന നമുക്ക് ഭാവിയിൽ ചെന്നിക്കുത്തായി മാറാനുള്ള സാധ്യതയുണ്ട്. കാശുപോയി എന്ന് പറഞ്ഞ് പിന്നാലെയുള്ള ആ നടപ്പ് എന്നേക്കുമായി ഒഴിവാവുകയും ചെയ്യും. എടി, ഈ ചിന്ത തന്നെ എനിക്കും പോയത്. പക്ഷെ രോഹിത്തിനും ശ്യാമയ്ക്കും ശാലിനി ഇപ്പൊ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കി വെച്ചിരിക്കുക. ഞാനേ അത് തന്ത്രപൂർവ്വം ഒഴിവാക്കി ഉപേന്ദ്രന് അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഉപേന്ദ്രൻ ഏൽപ്പിച്ച ഡേവിഡ് മാർട്ടിൻ കൃത്യമായിട്ട് വന്ന് ഉണ്ട കൊള്ളിക്കണം. എന്നാലേ മരണം നടക്കൂ. അതിനുള്ള ഗട്സ് ഈ വന്നവനുണ്ടോ? അല്ലെങ്കിൽ ഈ വന്നവനെ മുൻനിർത്തി നമ്മൾ കളിക്കണം. കുറ്റവന്റെ തലയിൽ ചാർത്തുകയും അവൻ അകത്താകുകയും ചെയ്യണം.